എന്തുകൊണ്ടാണ് സെബി സ്റ്റോക്ക് ക്ലോസിംഗ് പ്രൈസ് നിയമങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റോക്കിന്റെ ക്ലോസിംഗ് വില എങ്ങനെ തീരുമാനിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. ഇപ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് റെഗുലേറ്ററായ സെബി കാര്യങ്ങൾ ഒന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് അല്ലെങ്കിൽ വിവാപ് എന്ന് വിളിക്കപ്പെടുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കേട്ടിട്ട് നല്ല ഫാൻസി നെയിം അല്ലേ? ലെറ്റ് മീ ബ്രേക്ക് ഇറ്റ് ഡൗൺ. വിവാപ് ട്രേഡിംഗ് ദിവസത്തെ അവസാന 30 മിനിറ്റിലെ സ്റ്റോക്ക് വിലയും കൂടെ വോളിയവും പരിഗണിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ 110 രൂപയ്ക്ക് കുറച്ച് വോളിയവും 100 രൂപയ്ക്ക് കൂടുതൽ വോളിയം ട്രേഡ് ചെയ്താൽ വിവാപ് ആവറേജ് പ്രൈസ് നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യപ്പെട്ട 100 രൂപയ്ക്ക് കൂടുതൽ വെയിറ്റേജ് നൽകിക്കൊണ്ടായിരിക്കും ആവറേജ് നിശ്ചയിക്കപ്പെടുന്നത്. ഈ സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ ഇതിനും പിഴവുകളുണ്ട്, പ്രത്യേകിച്ച് നിഫ്റ്റി 50 പോലെയുള്ള സ്റ്റോക്ക് സൂചികകൾ അനുകരിക്കുന്ന പാസീവ് ഫണ്ടുകളുടെ കാര്യത്തിൽ. ഈ പാസീവ് ഫണ്ടുകൾ ട്രേഡുകൾ നടത്തുന്നത് ക്ലോസിംഗ് വിലകളെ വളരെയധികം ആശ്രയിച്ചാണ്. ഒരു ഉദാഹരണം പരിഗണിച്ചാൽ ഹലോ ലിമിറ്റഡ് എന്നൊരു സ്റ്റോക്ക് പകൽ സമയത്ത് ഏകദേശം 100-101 റേഞ്ചിൽ വ്യാപാരം ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക. എന്നാൽ മാർക്കറ്റ് അടയ്ക്കുന്നതിന് തൊട്ട് മുൻപ് ഒരാൾ 110 രൂപയ്ക്ക് ഒരു വലിയ കച്ചവടം നടത്തുന്നു എന്ന് കരുതുക. ഈ ഔട്ട്ലെയർ വിവാപ്പിനെ ബാധിക്കുന്നു. ഇത് ശരാശരി ക്ലോസിംഗ് വില 105 കുറയ്ക്കുന്നു. ഇപ്പോൾ സൂചിക ഹലോ ലിമിറ്റഡിന്റെ മൂല്യം 110 കാണിക്കുമ്പോൾ പാസീവ് ഫണ്ട്സ് അത് 105 വാങ്ങുന്നു. ഈ പൊരുത്തക്കേട് അർത്ഥമാക്കുന്നത് ഫണ്ട് കുറച്ച് പണം നൽകുന്നു, അതേസമയം സൂചിക ഉയർന്ന വരുമാനം കാണിക്കുന്നു എന്നാണ്. നിക്ഷേപകർക്ക് അത് ഗുണപരമായിരിക്കില്ല. ഈ പ്രശ്നം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പാസീവ് ഫണ്ട്സ് ഇപ്പോൾ 11 ലക്ഷം കോടി രൂപ കൈകാര്യം ചെയ്യുന്നുണ്ട്. 2020 6 ഇരട്ടി കൂടുതലാണിത്. ആഗോള സൂചികകളിലെ ഇന്ത്യൻ സ്റ്റോക്കുകളുടെ വർദ്ധിച്ചുവരുന്ന വെയിറ്റ് ഏതെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായാൽ വലിയ ആലയോലികൾക്ക് കാരണമാകും. ഉദാഹരണത്തിന് ഇൻഡെക്സ് റീബാലൻസിംഗ് ദിവസങ്ങൾ എടുക്കുക. വ്യാപാരത്തിന്റെ അവസാന 30 മിനിറ്റിൽ നിഫ്റ്റി 50 ഓഹരികൾ 1.5 മടങ്ങ് ഉയർന്ന വൊളാറ്റിലിറ്റി കണ്ടതായി സെബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള സൂചികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞെട്ടിക്കുന്ന 3 മടങ്ങ് ഉയർന്നതാണ്. ഈ വിചിത്രതകൾ സ്റ്റോക്കുകൾ മാത്രം ഒതുങ്ങുന്നില്ല, അവ ഡെറിവേറ്റീവുകളിലും കുഴപ്പമുണ്ടാക്കുന്നു. സെബിയുടെ സൊല്യൂഷൻ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ അല്ലെങ്കിൽ CAS. US, UK, ജപ്പാൻ തുടങ്ങിയ വിപണികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ പ്രശ്നത്തിന് സെബിയുടെ നിർദ്ദിഷ്ട പരിഹാരം ഇതാണ്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നോക്കാം. മാർക്കറ്റ് അടച്ചതിന് ശേഷം ഒരു ലേലം ആരംഭിക്കുന്നു. വാങ്ങുന്നവരും വിൽക്കുന്നവരും അവരുടെ വിലയും അളവും മുൻഗണനകൾ സമർപ്പിക്കുന്നു. ഏറ്റവും അധികം ഇടപാടുകൾ നടക്കുന്ന വില ക്ലോസിംഗ് വിലയായി മാറുന്നു. ഇത് ലളിതവും സുതാര്യവും മാർക്കറ്റ് സെന്റിമെന്റുമായി തികച്ചും യോജിക്കുന്നതുമാണ്. ഈ ടേബിൾ പ്രകാരം ഹലോ ലിമിറ്റഡിന്റെ ഉദാഹരണത്തിൽ ഏറ്റവും കൂടുതൽ വോളിയം 300, അതായത് 300 പേർ 101 രൂപ അംഗീകരിക്കുന്നുവെങ്കിൽ അതാണ് CAS ക്ലോസിംഗ് വില. നോ ഔട്ട്ലയർ, നോ അനോമലീസ്, ജസ്റ്റ് ഫെയർ മാർക്കറ്റ് ആക്ടിവിറ്റി. എന്നാൽ CASും പ്രശ്നങ്ങളില്ലാത്തതല്ല. 2008 ഹോങ്കോങ് CAS അവതരിപ്പിക്കുകയും പെട്ടെന്ന് പ്രശ്നങ്ങൾ നേടുകയും ചെയ്തു. HSBC സ്റ്റോക്കുകളിൽ വൻതോതിലുള്ള വിറ്റുവരവ് കൃത്രിമമായ അതിന്റെ വില 10% താഴ്ത്തി കുഴപ്പം സൃഷ്ടിച്ചു. അവർ CAS താൽക്കാലികമായി നിർത്തി. വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും അവതരിപ്പിക്കുമ്പോൾ വിലയുടെ ചലനം ±5% പരിമിതപ്പെടുത്തുകയും ഘട്ടം ഘട്ടമായി അത് പുറത്തിറക്കുകയും ചെയ്തുകൊണ്ടാണ്. എന്താണ് സെബിയുടെ പ്ലാൻ? ആക്റ്റീവ് ഡെറിവേറ്റീവുകളുള്ള സ്റ്റോക്കിൽ നിന്ന് തുടങ്ങുക, ലിക്വിഡിറ്റി ഉണ്ടെന്ന് ഉറപ്പാക്കുക. എന്നിരുന്നാലും ഇതിനും ചലഞ്ചസ് ഉണ്ട്. പ്രധാന ചലഞ്ചസ് പരിശോധിക്കുമ്പോൾ ഒന്നാമതായി പല നിക്ഷേപകർക്കും വിവാപ്പിനേക്കാൾ CAS മനസ്സിലാക്കാൻ പ്രയാസമാണെന്നുള്ളതാണ്. രണ്ടാമതായി എറേഴ്സ് തടയുന്നതിന് ശക്തമായ സാങ്കേതിക വിദ്യ ആവശ്യമാണ്. മൂന്നാമതായി ലോങ്ങർ ട്രേഡിംഗ് ഹവേഴ്സ് ബ്രോക്കർമാർക്കും എക്സ്ചേഞ്ചുകൾക്കും അവരുടെ ചിലവ് ഉയർത്തുന്നതിനും കാരണമായേക്കാം. അപ്പോൾ സെബിയുടെ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ ഇന്ത്യയുടെ ഓഹരി വിപണിയെ ട്രാൻസ്ഫോം ചെയ്യുമോ, അതോ ഹോങ്കോങ്ങിനെ പോലെ ഹിക്കപ്സ് നേരിടേണ്ടി വരുമോ? ഓൺലി ടൈം വിൽ ടെൽ. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ഇത് ഫെയർനെസ്സിലേക്കും ട്രാൻസ്പെറൻസിയിലേക്കുമുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഈ വീഡിയോ ഇഷ്ടമായോ? സാമ്പത്തിക ലോകത്തേക്ക് കൂടുതൽ ആഴത്തിൽ അറിയുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. സെബിയുടെ പുതിയ നിയമത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുകയും ചെയ്യുക.